ഗുജറാത്തിൽ കോൺഗ്രസിന് വമ്പൻ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പ്രതീക്ഷിച്ച എല്ലാ കണക്കുകൂട്ടലുകളും താളം തെറ്റിയ ചില റിപ്പോർട്ടുകൾ ഗുജറാത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഗുജറാത്തിലെ നഗരസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വമ്പൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ ഗുജറാത്തിൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് BJP വലിയ നേട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാന നഗരങ്ങളിലെല്ലാം വൻ ഭൂരിപക്ഷം നേടിയ BJP കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും ബഹുദൂരം പിന്നിലാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗുജറാത്തിലെ നഗരമേഖലകളിൽ BJPക്കുള്ള ശക്തമായ സ്വാധീനം അടിവരയിടുന്നതാണ് ഈ ഫലങ്ങൾ. വലിയ കോർപ്പറേഷനുകളിൽ മിക്കവയിലും BJP ഏകപക്ഷീയമായ വിജയമാണ് നേടിയത്. അഹമ്മദാബാദ് കോർപ്പറേഷനിൽ 192 സീറ്റുകളാണുള്ളത്. അവിടെ BJP 158 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് 22 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. സൂറത്ത് കോർപ്പറേഷനിൽ 120 സീറ്റുകളാണ് ഉള്ളത്. BJPയുടെ കരുത്ത് അവിടെ വീണ്ടും തെളിയിക്കപ്പെട്ടു. 115 സീറ്റുകളിൽ BJP അവിടെ വിജയിച്ച് കയറി. കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആം ആദ്മി പാർട്ടി ഇത്തവണ അവിടെ 4 സീറ്റുകളിലേക്ക് ഒതുങ്ങി. കോൺഗ്രസിന് വെറും 1 സീറ്റാണ് ആ കോർപ്പറേഷനിൽ ലഭിച്ചത്. രാജ്കോട്ട് കോർപ്പറേഷനിൽ ആകെ 72 സീറ്റുകളാണുള്ളത്. BJP അവിടെ 65 സീറ്റുകളിൽ വിജയിച്ച് കയറി. കോൺഗ്രസ് ആകട്ടെ 7 സീറ്റുകളിലും വിജയിച്ച് കയറി. ഇവിടെ AAPക്ക് അക്കൗണ്ട് തന്നെ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. വഡോദര കോർപ്പറേഷനിൽ ആകെ മൊത്തം 76 സീറ്റുകളാണുള്ളത്. അവിടെ 69 സീറ്റും BJP തൂത്തുവാരി. കോൺഗ്രസിന് വെറും 6 സീറ്റാണ് അവിടെ ലഭിച്ചത്. ഭാവ്നഗറിൽ 52 സീറ്റുകളാണ് ആകെ മൊത്തമുള്ളത്. അവിടെ BJP 44 സീറ്റുകളിൽ വിജയിച്ചു കയറി. കോൺഗ്രസ് 8 സീറ്റിലാണ് ആകെ വിജയിച്ചത്. ഗ്രാമീണ നഗരമേഖലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും BJP വ്യക്തമായ ആധിപത്യം പുലർത്തുന്ന കണക്കുകളാണ് ഗുജറാത്തിൽ നിന്ന് പുറത്തു വരുന്നത്. നദിയാദ്, നവ്സാരി, സുരേന്ദ്രനഗർ എന്നീ 3 സ്ഥലങ്ങളിലും BJP 50-ലധികം സീറ്റുകൾ നേടി ഏകപക്ഷീയമായ വിജയമാണ് കരസ്ഥമാക്കിയത്. പോർബന്തറിലും 52 സീറ്റുകളും മോർബിയിൽ 52 സീറ്റുകളും എതിരാളികൾക്ക് 1 സീറ്റ് പോലും നൽകാതെ BJP എല്ലാ സീറ്റുകളിലും ഇവിടങ്ങളിൽ ജയിച്ചു. മാത്രവുമല്ല 84 മുനിസിപ്പാലിറ്റികളിലെ ആകെ 2030 സീറ്റുകളിൽ 1791 എണ്ണത്തിലും BJP വിജയിക്കുന്ന കാഴ്ച ഗുജറാത്തിൽ കാണാൻ കഴിഞ്ഞു. കോൺഗ്രസിന് 414 സീറ്റുകളിലും മറ്റുള്ളവർക്ക് 144 സീറ്റുകളിലും ഒതുങ്ങേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്.